Hi, Samran. Hi, I am Ahmed Sibil. Okay, so today we have come up with a beautiful thing regarding our Gandhi Jayanti. And ഇത് ഞങ്ങൾ +1 സയൻസ് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ഒരു വലിയ ട്രിബ്യൂട്ട് ആണ് ഗാന്ധിജിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ +1 സയൻസ് മാത്രമല്ല, ഞങ്ങൾ ഗുരുകുലം ഫാമിലിയുടെ എൻ്റയർ ഫാമിലിയുടെ വക ഗാന്ധിജിക്ക് ഒരു ട്രിബ്യൂട്ട് നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഇതിൽ പല സർപ്രൈസസ് ഉണ്ട്, കുറേ സർപ്രൈസസ് ഉണ്ട്, ഈവൻ ഫ്രം ബോയ്സ് സൈഡ് ആസ് വെൽ ആസ് ഫ്രം അവർ ഗേൾസ് സൈഡ്. സോ നിങ്ങൾ ആ വീഡിയോ കാണുക, ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ഗാന്ധിജി എങ്ങനെയായിരുന്നു, ഹൗ വാസ് ഹി ഡ്യൂറിങ് അറ്റ് ദാറ്റ് ടൈം, എത്രത്തോളം ഇപ്പോഴും ഇന്നും നമ്മളുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും ഗാന്ധിജി എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എൻജോയ് ചെയ്യുക വീഡിയോ. സോ അപ്പോൾ ഞങ്ങളെ കൊണ്ട് പരമാവധി കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ എൻജോയ്. ഞാനിന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് ഗാന്ധിജിയും നമ്മളുടെ സ്വച്ഛ് ഭാരത് മിഷനും. ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെ. സോറി സാർ, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണം. അവരെ കൊണ്ടൊന്നും കൊള്ളില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗാന്ധിജി എന്ന വലിയ മനുഷ്യൻ നമ്മൾക്ക് ഒരുപാട് ഹലോ, ഒരു മിനിറ്റ്. ഇത്ര നേരം ഗാന്ധിജിയുടെ ആദർശങ്ങളെ കുറിച്ച് നീ പറഞ്ഞല്ലോ, ഇപ്പൊ നീ എന്താ ചെയ്യുന്നു? അത് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവർത്തിച്ച് കാണിക്കും കൂടെ വേണം. रघुपति राघव राजा राम पतित पावन सीताराम. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ബായിയുടെയും 3 പുത്രന്മാരിൽ ഇളയവനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ഒരു സഹോദരിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് വാങ്ക നഗറിലെയും രാജ്കോട്ടിലെയും പ്രധാനമന്ത്രിയായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായി ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മഹത് വചനം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മോഹൻദാസിന് 7 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ പോർബന്തർ വിട്ട് രാജകോട്ടിലേക്ക് ജോലി സ്വീകരിച്ചു. അതിനാൽ മോഹൻദാസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിൽ തന്നെയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ 13ാമത്തെ വയസ്സിൽ 1881 പോർബന്തറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മക്കാഞ്ചിയുടെ മകൾ കസ്തൂർബായെ വിവാഹം കഴിച്ചു. നിരക്ഷരയായ കസ്തൂർബായെ അദ്ദേഹം പഠിപ്പിച്ചു. ശേഷം തൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം തുടർന്നു. ചെറുപ്പകാലത്ത് അത്രയൊന്നും മിടുക്കനായ വിദ്യാഭ്യാർത്ഥിയായിരുന്നില്ല മോഹൻദാസ്. മെട്രിക്കുലേഷൻ വളരെ കഷ്ടപ്പെട്ടാണ് വിജയിച്ചത്. ബാരിസ്റ്റർ ആവാനായി കുടുംബാംഗങ്ങൾ നിർബന്ധിച്ചതിനാലാണ് വിദ്യാഭ്യാസം തുടർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ 1885 അന്തരിച്ചു. 1887 മോഹൻദാസ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത്. പിന്നീട് ഭവനഗറിലെ സമൽദാസ് കോളേജിൽ പഠനം തുടർന്നു. ജ്യേഷ്ഠന്റെ നിർബന്ധത്തിന് വഴങ്ങി 1888 സെപ്റ്റംബർ മാസത്തിൽ നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ മഹാത്മാവിൻ്റെ പുണ്യസ്മൃതികൾക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രണാമം. ഇംഗ്ലണ്ടിൽ പോയ വർഷം തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ കുട്ടി പിറന്നു, ഹരിലാൽ ഗാന്ധി. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം നിയമം പഠിച്ചത്. ലണ്ടനിലേക്ക് കപ്പൽ കയറുമ്പോൾ മദ്യവും മാംസവും കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു.
ആ വാക്ക് പാലിച്ച് പൂർണ്ണ സസ്യബുക്കായി തന്നെ ലണ്ടനിൽ കഴിച്ചുകൂട്ടി. ഇക്കാര്യത്തിൽ അമ്മയോടുള്ള വാക്ക് പാലിച്ചതിനു പുറമെ സസ്യാഹാരത്തെ പറ്റി പഠിക്കുകയും അതിന്റെ ഗുണത്തെക്കുറിച്ച് അറിവ് നേടുകയും വെജിറ്റേറിയൻ ക്ലബിൽ ചേർന്ന് അതിന്റെ നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഈ ക്ലബിന്റെ ഒരു ചെറിയ വിഭാഗം പ്രാദേശികമായി തുടങ്ങി. അദ്ദേഹത്തെ പൊതുപ്രവർത്തനത്തിൽ പരിശീലനം നേടാൻ സഹായിച്ചു. ഈ ക്ലബിൽ വെച്ച് അദ്ദേഹം പരിചയപ്പെട്ട ചില സസ്യബുക്കുകൾ അക്കാലത്ത് സാർവത്രിക സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിനായി പ്രവർത്തിച്ചിരുന്ന തിയോസഫിക്കൽ സൊസൈറ്റി എന്ന ഒരു രാജ്യാന്തര സംഘത്തിന്റെ പ്രവർത്തകരായിരുന്നു. അവരിലൂടെ ഗാന്ധി ഹിന്ദുത്വം, ബുദ്ധമതം, ബ്രാഹ്മണ സാഹിത്യം തുടങ്ങിയവ പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ഭഗവത്ഗീത വായിക്കുന്നത്. ഗാന്ധിയുടെ ആത്മീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥമായിരുന്നു അത്. അന്നുവരെ മതകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയൊന്നുമില്ലായിരുന്ന മോഹൻദാസ് ബൈബിൾ, ഖുറാൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും പഠിച്ചു. ഇനി നമുക്ക് ഗാന്ധിയുടെ ഒരു പ്രശസ്തമായ വാചകം കേൾക്കാം. എവിടെ സ്നേഹവും സാഹോദര്യവും ഉണ്ടോ അവിടെ ഓരോ ജീവനും ഉണരുന്നു. ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതിയെങ്കിലും ആദ്യ ലത്തീനിൽ അദ്ദേഹം പരാജയപ്പെട്ടു. വീണ്ടും എഴുതുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. 1819 അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി. അമ്മയുടെ മരണവാർത്തയാണ് അദ്ദേഹം ഇന്ത്യയിൽ എതിരേറ്റത്. ഇന്ത്യയിൽ എത്തിയ ശേഷം അദ്ദേഹം മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷകനായി ജോലി ആരംഭിച്ചുവെങ്കിലും ആദ്യ വ്യവഹാരത്തിൽ തന്നെ ശരീരം വിറച്ചൊന്നും മിണ്ടാൻ പറ്റാത്ത ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ആവശ്യക്കാർക്ക് പരാതി എഴുതി കൊടുക്കുന്ന ജോലി നോക്കിയെങ്കിലും മൂത്ത ജ്യേഷ്ഠന് അത് ഇഷ്ടപ്പെട്ടില്ല. മൂത്ത ജ്യേഷ്ഠന്റെ നിർബന്ധഫലം മൂലം അദ്ദേഹം സേഠ് അബ്ദുള്ള എന്ന വ്യാപാരിയുടെ ദാദാ അബ്ദുള്ള ആൻഡ് കോ എന്ന ദക്ഷിണാഫ്രിക്കൻ കമ്പനിയിൽ വ്യവഹാരങ്ങൾ ബാധിക്കുന്ന വക്കീലായി ജോലി ഏറ്റെടുത്തു. കേസ് വാദിക്കുവാനായി നിരവധി വക്കീലന്മാരെ കമ്പനി ഏർപ്പെടുത്തിയിരുന്നു. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു മോഹൻദാസിന്റെ ജോലി. സമാധാനമാണ് മനുഷ്യന്റെ മൂർച്ചയേറിയ ആയുധം എന്നീ ലോകത്തിനോട് പറഞ്ഞ ആ പുണ്യ വ്യക്തിക്ക് ഞങ്ങളുടെ പ്രണാമം. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഗാന്ധിജിയുടെ ബാല്യകാല ജീവിതവും യൗവനകാല ജീവിതവും നിങ്ങൾക്കേവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് നന്നായി തന്നെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും ഇഷ്ടമായിട്ടുണ്ടാകും അല്ലേ? ഈ ഒരു വേളയിൽ ഞാൻ ഗാന്ധിജിയുടെ ഒരു ആശയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എവിടെ സ്നേഹമുണ്ടോ അവിടെ ജീവനുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക, പിന്നെ അവരുടെ ജീവനായി മാറുക. നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഗാന്ധിജിയുടെ ബാല്യകാല ജീവിതവും യൗവനകാല ജീവിതവും പറഞ്ഞു തന്നു. അതിനുശേഷം എന്തുണ്ടായി? ഗാന്ധിജി എങ്ങനെയാണ് രാഷ്ട്രപിതാവായത്? ഗാന്ധിജി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നത്? ഇതൊക്കെ അറിയുവാൻ സുഹൃത്തുക്കൾക്കും ആഗ്രഹമില്ലേ? അതിന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അത് പറയുവാനായി നിൽപ്പുണ്ട്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം, കണ്ടാസ്വദിക്കാം. 1893 ഗാന്ധി വീണ്ടും ദക്ഷിണാഫ്രിക്കയിലെ നാറ്റാളിലെത്തി. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അദ്ദേഹത്തിന്റെ മനസ്സിനെ പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. വെള്ളക്കാർ മറ്റെല്ലാ വർഗ്ഗക്കാരെയും മതന്മാരായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ട്രെയിനുകളിലെ ഉയർന്ന ശ്രേണികളിലെ ഗ്രൂപ്പുകളിൽ യാത്ര ചെയ്യാൻ ഇന്ത്യക്കാരെയോ കറുത്ത വർഗ്ഗക്കാരെയോ അനുവദിച്ചിരുന്നില്ല. വെള്ളം കുടിക്കാനുള്ള പൊതു ടാപ്പുകളിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പോലും അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷ നൽകപ്പെട്ടിരുന്നു. ഒരിക്കൽ വെള്ളക്കാർ മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ്സിൽ ഗാന്ധി യാത്ര ചെയ്തതിന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും പീറ്റർ മാരിറ്റ്സ്ബർഗിൽ ഇറക്കിവിടുകയും ചെയ്തു. തുടർന്ന് താഴ്ന്ന ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്ന അദ്ദേഹത്തെ ട്രെയിൻ ഗാർഡ് വെള്ളക്കാരന് സീറ്റ് നൽകാത്തതിന് മർദ്ദിച്ചു. ഈ സംഭവത്തിന് ശേഷം ഗാന്ധി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കുറച്ചു സമയം പ്രാക്ടീസിനും മറ്റു സമയം ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനും അദ്ദേഹം നീക്കി. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. കാരണം എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിക്കും കസ്തൂർബയ്ക്കും 2 ആൺകുട്ടികൾ കൂടി പിറന്നു, രാംദാസ് ഗാന്ധിയും ദേവദാസ് ഗാന്ധിയും. 1901 ഡിസംബറിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. കൊൽക്കത്തയിലെ ദേശീയ കോൺഗ്രസിൽ പങ്കെടുക്കുകയായിരുന്നു ലക്ഷ്യം. 1901 ഡിസംബർ 27 DA വാച്ചയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യക്കാരുടെ ആവശ്യകതകളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് കുറച്ചുകാലം ഗോഖലെയുടെ അതിഥിയായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചുപോയി. ഇത് ഗാന്ധിജിയുടെ ഒരു മഹത്തായ വചനമാണ്. ശക്തി വരുന്നത് ശാരീരിക ശേഷിയിൽ നിന്നല്ല, അത് അപലപനീയമായ ഇച്ഛയിൽ നിന്നാണ്. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ഗാന്ധിജി 1915 ജനുവരി 9 മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ്
ഭാരത് സർക്കാർ 2003 ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. കാര്യങ്ങൾ നേരിട്ട് പഠിക്കാൻ അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. അന്ന് ഇന്ത്യ ദേശീയതയുടെ നായക നേതാക്കന്മാരെയെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഫീനിക്സ് ആശ്രമത്തിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾക്കായി അന്ന് രവീന്ദ്രനാഥ് ടാഗോർ ശാന്തി നികേതനത്തിൽ ഒരു ക്ഷണിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് മഹാത്മാഗാന്ധിജിയും രവീന്ദ്രനാഥ് ടാഗോറും കണ്ടുമുട്ടിയത്. ജീവിതത്തിലുടനീളം അഥവാ മരിക്കോളം നീണ്ടുനിന്ന ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അവിടെ ഉണ്ടായത്. 1915 മെയ് 25 അഹമ്മദാബാദിലെ കൊച്ചിറാബിൽ സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു. ജനസേവനത്തിന്റെ ആത്മസമർപ്പണത്തിന് പ്രവർത്തിക്കുന്നവരോട് സത്യം, അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം തുടങ്ങിയവ നിഷ്ഠയോടെ ആചരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശം നൽകി. സ്വയം നൂൽ നൂറ്റുകൊണ്ട് വസ്ത്രം ധരിക്കുക എന്ന ഗാന്ധി പ്രയോഗത്തിന് അദ്ദേഹം രൂപം നൽകി. 1917 ഏപ്രിൽ 16 ചമ്പാരൻ ജില്ലയിലെ തോട്ടത്തൊഴിലാളികളെ ബ്രിട്ടീഷ് കരാർ വ്യവസ്ഥ അനുസരിച്ചുള്ള അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഗാന്ധിജി ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായി ഗാന്ധിജി ഇന്ത്യയിൽ നിന്ന് ആദ്യമായി അറസ്റ്റ് വരിക്കുകയുണ്ടായി. അത് 1917-18 കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ശ്രമഫലമായി ഗുജറാത്തിലെ ഗേദ കർഷക തൊഴിലാളികൾ അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുണ്ടായി. 1917 ജൂണിൽ സത്യാഗ്രഹാശ്രമം സബർമതിയിലേക്ക് മാറ്റി. മഹാത്മാഗാന്ധിജി തന്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വരും തലമുറയ്ക്ക് ധാരാളം വിലയേറിയ അറിവുകൾ നൽകിയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വിലയേറിയ വചനങ്ങളിൽ നിന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. ഗാന്ധിജി സത്യാഗ്രഹശ്രമം സബർമതിയിലേക്ക് മാറ്റി. പിന്നീട് സബർമതി ആശ്രമം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അക്കാലത്ത് ടാഗോറായിരുന്നു ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. യുദ്ധത്തിന് ശേഷമെങ്കിലും ബ്രിട്ടീഷുകാരുടെ നയത്തിന് മാറ്റമുണ്ടാവുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ആ പ്രതീക്ഷ സഫലമായില്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ സമരങ്ങൾ ശക്തമായി തീർന്നു. ഇതിനകം ഗാന്ധിജിയെ നേതാവായി മറ്റു നേതാക്കൾ അംഗീകരിച്ചു തുടങ്ങിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം നടത്തിയ സമരങ്ങളും ഇതിന് കാരണമായിരുന്നു. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച കാലത്താണ് സത്യാഗ്രഹം എന്ന സമരമാർഗം വികസിപ്പിച്ചെടുത്തത്. അതിനാലാണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജി പറയുന്നു, ഏതു തരത്തിലുള്ള പീഡനത്തെയും അടിച്ചമർത്തലിനെയും നേരിടാൻ തയ്യാറാകുന്ന സത്യാഗ്രഹി സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നത് ആത്മനിഷ്ഠമായ ശക്തിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി തീർന്ന ഗാന്ധിജി 30 കൊല്ലത്തോളം ഇന്ത്യൻ ജനതയുടെ സ്വതന്ത്ര സമര യജ്ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത്. സമരം, നിയമലംഘന സമരം, ക്വിറ്റ് ഇന്ത്യ സമരം, 1942 എന്നീ സമരങ്ങൾക്കും ഗാന്ധിജി നേതൃത്വം നൽകിയിട്ടുണ്ട്. സത്യം വലിയൊരു വൃക്ഷമാണ്. എത്രത്തോളം പരിപാലിക്കുന്നു അത്രത്തോളം ഫലം ലഭിക്കുന്നതാണ്. പ്രസ്ഥാനം ഖിലാഫത്ത് സന്ധി അംഗീകരിച്ചതിനു ശേഷം ഷൗക്കത്തുമായി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് കട്ടപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്ത സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു. 1924 മാർച്ച് 30 ആരംഭിച്ച സത്യാഗ്രഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് സവർണ ഹിന്ദുക്കളുമായി ചർച്ച ചെയ്തെങ്കിലും ഫലം അനുകൂലമല്ലാത്തതിനാൽ ഏപ്രിൽ 7 ഗാന്ധിജി സത്യാഗ്രഹം പുനരാരംഭിക്കാൻ ആഹ്വാനം ചെയ്തു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നവംബർ 13 ആരംഭിച്ച അവർണ ജാഥ തിരുവനന്തപുരം നഗരത്തെ തന്നെ 1925 മാർച്ച് 8 ഗാന്ധിജി വീണ്ടും കേരളത്തിലെത്തി. അദ്ദേഹം എറണാകുളം വഴി മാർച്ച് 10 വൈക്കത്തും എത്തി. അവിടെ സത്യാഗ്രഹിയോടൊപ്പം ചേർന്ന് പ്രഭാത ഭജനയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത്
1937 ജനുവരി 12 മുതൽ 21 വരെയാണ്. ഇത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ഗാന്ധിജിയുടെ അവസാനകാലം പൊതുവെ ദുഃഖഭരിതമായിരുന്നു. അദ്ദേഹം വെറുത്തിരുന്ന ഇന്ത്യ വിഭജനം അതിന്റെ പ്രധാന കാരണവുമായിരുന്നു. കസ്തൂർബയുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിതനാക്കി. വിഷ്ണുഭഞ്ജനമായിരുന്നു ആശ്വാസം. അദ്ദേഹം അനേകം പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കൽക്കത്തയിൽ ഭാരത വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു. പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് നിരവധി ഹിന്ദുക്കളും സിഖുകാരും അഭയാർത്ഥികളായി എത്തി. സെപ്റ്റംബർ 4 ഡൽഹിയിലും വർഗീയ ലഹള ആരംഭിച്ചു. 1948 ജനുവരിയിലും ലഹള ഉണ്ടായി. സമാധാനത്തിനായി അദ്ദേഹം ഡൽഹിയിൽ ജനുവരി 13 നിരാഹാര സമരം ആരംഭിച്ചു. എവിടെ സ്നേഹവും സമൃദ്ധിയുമുണ്ടോ അവിടെ ഓരോ ജീവനും ഉണരുന്നു. മഹാത്മാഗാന്ധി. ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗാന്ധിജിയുടെ വിലപ്പെട്ട വാക്കുകളിൽ ഒന്ന് മാത്രമാണ്: സത്യവും അഹിംസയും. ഗാന്ധിജി വീക്ഷിച്ചിരുന്നത് സത്യവും അഹിംസയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായിട്ടാണ്. സത്യം ലക്ഷ്യവും അഹിംസ അതിലേക്കുള്ള മാർഗവുമാണ്. അഹിംസ എന്നാൽ മറ്റൊരാളോട് ദോഷം ചെയ്യാതിരിക്കൽ മാത്രമല്ല, നമ്മളോട് തെറ്റ് ചെയ്താൽ അയാളെ ക്ഷമിക്കുന്ന ഒരു സന്നദ്ധതയും കൂടിയാണ്. അഹിംസ എന്നാൽ ഹിംസിക്കാതിരിക്കൽ എന്നാണ് നമ്മൾ സാധാരണ വിവക്ഷിച്ചിരുന്നത്. ഗാന്ധിയൻ ചിന്തയിൽ അഹിംസ എന്നാൽ പരമമായ സ്നേഹമാണ്. മറ്റൊരാളെ കൊല്ലാതിരിക്കാൻ സ്വയം മരിക്കാൻ തയ്യാറാവുന്ന മനസ്ഥിതിയാണ് ഗാന്ധിയൻ ചിന്തയിൽ അഹിംസ എന്നാൽ. എന്നും ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് അഹിംസ ഉണ്ടാവേണ്ടത് സാർവത്രിക സ്നേഹത്തിൽ നിന്നാവണം എന്നാണ്. അതുവരെ അത് ഗാന്ധിജിയുടെ വിലപ്പെട്ട ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം, മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല. നന്ദി. ഗാന്ധിജിയും മതവിശ്വാസവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഗാന്ധിജി ജീവിതകാലം മുഴുവനും ഒരു ഹൈന്ദവനായാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മിക്ക തത്വങ്ങളും ഹൈന്ദവതയിൽ നിന്ന് എടുത്തതാണ്. അതേസമയം എല്ലാ മതങ്ങളിലെയും നന്മയും അദ്ദേഹം വിശ്വസിച്ചു. മറ്റു വിശ്വാസങ്ങളിലേക്ക് തന്നെ മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഗാന്ധിജി തിരസ്കരിച്ചു. മതജിജ്ഞാസുവായിരുന്ന ഗാന്ധിജി ലോകത്തിലെ എല്ലാ പ്രധാന മതങ്ങളെക്കുറിച്ചും ഗാഢമായി പഠിച്ചു. അദ്ദേഹം ഹൈന്ദവതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: എനിക്കറിയാവുന്ന ഹൈന്ദവത എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നു. സംശയങ്ങൾ എന്നെ വേട്ടയാടുമ്പോൾ, നിരാശ എൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുമ്പോൾ, പ്രകാശത്തിൻ്റെ ഒരു കിരണം പോലും കാണാതാവുമ്പോൾ ഞാൻ ഭഗവത്ഗീതയിലേക്ക് തിരിയും. അതിലെന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് ഞാൻ കണ്ടെത്തും. അതോടെ നിമജ്ജിപ്പിക്കുന്ന ദുഃഖത്തിനിടയിൽ ഞാൻ പുഞ്ചിരിക്കാൻ ആരംഭിക്കും. എൻ്റെ ജീവിതം ദുരന്തപൂർണമായ ഒന്നായിരുന്നു. ആ ദുരന്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷവും മായാത്മകവുമായ ഒരു പ്രഭാവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഗീതയുടെ ഉപദേശങ്ങളോടാണ്. ഇനി ഗാന്ധിജി പറഞ്ഞ ഒരു വാക്യത്തിലേക്ക്: നിർമ്മലമായ സ്നേഹത്താൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. നന്ദി. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹി ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തിന്റെ വെടിയേറ്റ് മഹാത്മാഗാന്ധി മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം 1948 ജനുവരി 31 രാജ്ഘട്ടിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ മരണം രാജ്യമെങ്ങാനും അനുശോചിച്ചു. നാഥുറാമിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി. 1949 നവംബർ 15 നാഥുറാമിനെയും കൂട്ടാളികളെയും തൂക്കിലേറ്റി. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് മഹാത്മാഗാന്ധിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. അദ്ദേഹം വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് കൊട്ടാരങ്ങളിലല്ല മറിച്ച് കുടിലുകളിലാണ്, നഗരങ്ങളിലല്ല മറിച്ച് ഗ്രാമങ്ങളിലാണ്. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത. ഗാന്ധിജിയുടെ പ്രശസ്തമായ വരികളിൽ ഇവ ഒന്നു മാത്രം. ഗാന്ധിയുടെ സ്മാരകം രാജ്ഘട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്ഘട്ടിലെ ലളിതമായ കറുത്ത കരിങ്കൽ പീഠം ആകാശത്തെ സാക്ഷിയായി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നിലകൊള്ളുന്നു. അവിടെ ഒരു കെടാവിളക്കും ഉണ്ട്. വിദേശ രാജ്യ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ രാജ്ഘട്ടിലെത്തി പുഷ്പാഞ്ജലി നടത്താറുണ്ട്. ഇത് ഒരു ചടങ്ങിനേക്കാളും കടമയായാണ് പലരും കരുതുന്നത്. ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. അന്ന് ദേശീയ അവധിയാണ്. അതിനോടനുബന്ധിച്ച് ഒരു വാരം സേവനവാരമായി കൊണ്ടുവരുന്നു. പല പ്രധാനപ്പെട്ട നിരത്തുകൾക്കും ഗാന്ധിജിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നാടൊട്ടുക്ക് വിദ്യാലയങ്ങളും കലാലയങ്ങളും സർക്കാർ നിർമ്മിച്ചിരിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വിവിധ പദ്ധതികൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ട്. സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ മഹാനായ മനുഷ്യസ്നേഹിയെ നമുക്ക് ആദരപൂർവ്വം സ്മരിക്കാം. തൻ്റെ സന്ദേശങ്ങളും കർമ്മസാധനകളും തനിക്ക് ശേഷവും നിലനിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ മാറ്റി നാം തിരിച്ചറിയപ്പെടുന്നത്.
അക്കാര്യത്തിൽ മഹാത്മാഗാന്ധി അനുഗ്രഹീതൻ തന്നെയായിരുന്നു. തന്റെ ജീവിതം കൊണ്ട് സമർത്ഥിച്ചു തന്നുപോയ ആദർശങ്ങൾ പിന്തുടരുവാൻ ഭൂഗോളത്തിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അവരുടെ കർമ്മങ്ങളിലൂടെ മഹാത്മാഗാന്ധി കാലാന്തരങ്ങളായി പ്രവഹിക്കുന്നു. തന്റെ ജീവിത ശൈലികൾ പിന്തുടർന്നവർ പല ദേശത്ത് ഗാന്ധിമാരുണ്ടാവുകയും അവർ ചിലർ താഴെ പറയുന്നവയുമാണ്. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് ശക്തരുടെ ഗുണമാണ്. രാഷ്ട്രീയ സ്നേഹം മഹത്തായ ഒരു കർമ്മമാണ്. അത് നമുക്ക് വ്യക്തമാക്കി തന്നതോ നമ്മുടെ ഗാന്ധിജിയും. തന്റെ ജീവിതം തന്റേത് മാത്രമല്ല, തന്റെ ജന്മനാടിനും അതിലെ തന്റെ സഹോദരി സഹോദരങ്ങൾക്കും കൂടിയുള്ളതാണ് എന്ന് തീരുമാനിച്ച അദ്ദേഹം നമുക്കായി തന്റെ ജീവിതം ഒഴിഞ്ഞു തന്നു. നമ്മളെ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കാണിച്ച ഇദ്ദേഹത്തെ കുറിച്ച് ഒക്ടോബർ 2 മാത്രമുള്ള ഓർമ്മ പുതുക്കൽ ശരിയല്ല. ഇദ്ദേഹം തന്ന ധനമാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം. അത് നമ്മൾ വേണ്ടതുപോലെ ആസ്വദിക്കുമ്പോഴും അത് നേടിത്തന്ന ആ കരങ്ങളെ നാം മറക്കരുത്. ഒരിക്കലും നിലയ്ക്കാത്ത വ്യക്തിയായി എന്നും അദ്ദേഹം നമ്മുടെ മനസ്സുകളിലൂടെ ജീവിക്കണം. ഒക്ടോബർ 2 മാത്രമുള്ള സ്നേഹത്തിനുപരി ജീവിതാവസാനം വരെ അദ്ദേഹത്തിന്റെ നന്ദിയും കടപ്പാടും നമ്മൾ പുലർത്തണം. ഗാന്ധിജിയുടെ ജീവിതം നമ്മളേവർക്കും ഒരു പാഠമാണ്. നന്മയും വിശുദ്ധിയും സാഹോദര്യവും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളേവരെയും സ്വാധീനിക്കുക തന്നെ ചെയ്യുന്നു. നീണ്ട പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചു നേടിത്തന്നത് ഈ കർമാത്മാവിൻ്റെ മഹത്തരമായ പ്രവർത്തികളാണ്. അദ്ദേഹത്തോടുള്ള സ്മരണ നമ്മളെന്നും അർപ്പിച്ചുകൊള്ളുക തന്നെ ചെയ്യണം. തൻ്റെ പേരിലൂടെ മാത്രമല്ല, തൻ്റെ പ്രവൃത്തിയിലൂടെയും താൻ ഒരു മഹാത്മാവാണ് എന്ന് തെളിയിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ശക്തിയേറിയ വാക്കുകളിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ധൈര്യം നിറയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിലൂടെ തന്നെ ഭീരുക്കളാണ് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുകയെന്നും ധീരന്മാർ എല്ലാത്തിനെയും ശക്തിയോടെ നേരിടുകയുമെന്നും അപ്പോൾ ഒരു കാര്യവും അസാധ്യമല്ല എന്നും ഗാന്ധിജി നമ്മളേവർക്കും പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഈ ജീവിതം, ഈ സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ ഗാന്ധിജിയുടെ ഒരു ദാനം തന്നെയാണ്. അങ്ങനെയുള്ള ആ കർമാത്മാവിൻ്റെ സ്മരണ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രമായി ചുരുക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആ മഹത് വ്യക്തി നമ്മളേവരുടെയും ഓർമ്മകളിലൂടെയും ചിന്തകളിലൂടെയും അനശ്വരമായി തന്നെ ജീവിക്കണം. നമ്മുടെ ഈ ജീവിതത്തിന് ഒരു വഴികാട്ടിയായ അല്ലയോ നന്മ മരമേ, നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്. I hope that you would have understood about the life of the great Mahatma Gandhi, the father of our nation. Just like him, we have to learn to become courageous, patient, and to be beneficial to society. Mahatma Gandhi is one of the main reasons for our independent India. I'm concluding by saying, where there is love, there is life. If you don't ask for it, you don't get it. These are the quotes said by Mahatma Gandhi. Thank you. जहाँ
नमस्कार, मैं अखिला 11वीं कक्षा में पढ़ती हूँ। हमारा देश भारत महान स्त्रियों और पुरुषों का देश है जिन्होंने हमारी भारत के लिए आदर्श कार्य किए हैं। कई महापुरुषों ने हमारी आज़ादी की लड़ाई में अपने तन मन धन परिवार सब कुछ अर्पित किया है। ऐसे महापुरुषों में से एक है महात्मा गांधी। महात्मा गांधी एक युग पुरुष थे जिन्होंने के प्रति पूरा विश्व आदर की भावना रखा है। महात्मा गांधी ने अहिंसा परमो धर्म के सिद्धांत की नींव रखते हुए विभिन्न आंदोलन के माध्यम से देश को गुलामी की जंजीरों से मुक्त कराया। गांधी जी एक उचित राजनेता होने के साथ साथ एक महान वक्ता भी थे। उनके द्वारा बोले गए शब्दों का उपयोग अभी भी लोगों को किया जाता है। गांधी जी सिर्फ एक नाम नहीं है किंतु अहिंसा और सत्य का प्रतीक है। गांधी जी का मृत्यु होकर 151 साल हो गया, फिर भी उसका गांधी जी का सिद्धांतों बहुत प्रासंगिक है। इससे हम समझ कर सकते हैं कि गांधी जी हमारा मन में अब भी जी रहा है। वो महापुरुषों को मैं प्रणाम देती हूँ। धन्यवाद। बाकी सुनिए संजू। नमस्कार, मैं हूँ संजू सुनील, 11वीं कक्षा ए विभाग से। हम जो करते हैं और हम जो कर सकते हैं, इसके बीच के अंदर दुनिया के ज़्यादातर समस्याओं और समाधान के पर्याप्त होगा। गांधी जी एक महत्वपूर्ण व्यक्ति है जिन्होंने अहिंसा एक हथियार रूप में उपयोग करते भारत की आज़ादी को साकार किया। गांधी जी को संपूर्ण अहिंसाकारी पद्धति ने सत्याग्रह नाम दिया। उनके लिए इस सत्याग्रह के अर्थ अन्याय शुद्ध आत्मबल प्रयोग करने से उनके अहिंसा अवधारण के लिए न केवल भारत की स्वातंत्र्य दिलाने में सहायता हुई, बल्कि माध्यम से विश्व को शोषण और अत्याचार के निपटने के लिए हथियार से मिला। विश्व पटल पर गांधी जी को एक नाम नहीं, शांति और अहिंसा उसकी प्रतीक है, तो उनके लिए कोई दूसरा उदाहरण विश्व इतिहास पर देखने नहीं मिलता। अहिंसा के मार्ग को हमारे भारत के लिए स्वतंत्र बनाया वो महापुरुष को मेरी प्रणाम देती हूँ। मैं हूँ अंकिता 11 कक्षा के ए विभाग से। गांधी जी के विचारों ने हमारे मन में नए नए सोच जगा देता है और जिंदगी की सही दिशा भी दिखाते हैं। गांधी जी के विचारों ने न सिर्फ दुनिया भर के लोगों को प्रेरित किया, बल्कि करुणा और शांति की दृष्टिकोण से भारत और दुनिया को बदलने में भी महत्वपूर्ण भूमिका निभाई। उन्होंने अपनी समस्त जीवन में सिद्धांतों और प्रथाओं का विकसित करने पर जोर दिया और साथ ही दुनिया भर की हाशिए के समूह और उत्पीड़ित समुदायों की आवाज उठाने में अतुलनीय योगदान दिया। उनके अहिंसा रूपी सत्याग्रह ने भारतवासियों का स्वतंत्रता का सपना पूर्ण किया। गांधी जी ने कहा है, व्यक्ति अपने विचारों से निर्मित एक प्राणी है, वह जो सोचता है वही बन जाता है। मेरा धर्म सत्य और अहिंसा पर आधारित है। सत्य मेरा भगवान है, अहिंसा उसे पाने का साधन। महात्मा गांधी। गांधी जी भारतीय स्वतंत्रता आंदोलन के एक प्रमुख राजनीतिक और आध्यात्मिक नेता थे। महात्मा गांधी ने सरल तरीके से बड़े पैमानों पर आंदोलन को नेतृत्व किया और अंग्रेजों को इस बात पर आश्चर्य हुआ कि कैसे गांधी जी ने अहिंसक तरीकों से निपटा जाए। महात्मा गांधी का जीवन ही संदेश है। गांधी मर सकता है पर गांधीवाद कभी नहीं मर सकता। जैसे हमें इस वर्तमान परिप्रेक्ष्य में देख सकता है। धन्यवाद। रघुपति राघव राजा राम, पतित पावन सीताराम। सीताराम सीताराम भज
रघुपति राघव राजा राम, पतित पावन सीताराम। विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा। विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा। सदा शक्ति सरसाने वाला, प्रेम सुधा हरसाने वाला, वीरों को हरसाने वाला। मातृभूमि का तन मन सारा, झंडा ऊंचा रहे हमारा। विजयी विश्व तिरंगा प्यारा, सारे जहां से अच्छा हिंदुस्तान हमारा। सारे जहां से अच्छा हिंदुस्तान हमारा, हमारा सारे जहां से अच्छा। हम बुलबुले हैं इसकी, ये गुलसिता हमारा, हमारा सारे जहां से अच्छा हिंदुस्तान हमारा, हमारा सारे जहां से अच्छा। वैष्णव जन तो तेने कहीजे, पीड़ पराई जाने रे। वैष्णव जन तो तेने कहीजे, पीड़ पराई जाने रे। परि दुखे उपकार करे तोई, मन अभिमान नाने रे। वैष्णव जन तो तेने कहिए जे, पीड़ पराई जाने रे। सकल लोक मां सहुने वंते, निंता नगरे के नीरे। सकल लोक मां सहुने वंते, निंता नगरे के नीरे। वाच काज मन निश्चल रागे, धन धन जननी जेनी रे। वाच काज मन निश्चल रागे, धन धन जननी जेनी रे। वैष्णव जन तो तेने कहिए जे, पीड़ पराई जाने रे। Hello. So today let me begin with a quote. In my life, I have always looked into Mahatma Gandhi as an inspiration because he embodies the kind of transformational change that can be made when ordinary people come together to do extraordinary things. This is a famous line quoted by Barack Obama, the former president of United States of America. So let me begin with today's session. Your beliefs become your thoughts. Your thoughts become your words. Your words become your action. Your actions become your habit. Your habit becomes your values. And your values become your destiny. This is a famous line quoted by Mahatma Gandhi, father of our nation. So today I shall be speaking to our youth who want to follow Gandhism in our daily life. Today our Indian youth is facing a hard time. After 7 decades of independence, the youth has become more morally, ethically, socially and spiritually adrift. The lack of sense of purpose is warning in comparison to what it was during pre-independent days. Modernization combined with globalization has changed life in general and the lifestyle of youth in particular in the last few decades, leading to change in social institutions and structures as well.
From this itself, it is clear that we had a huge change. We had a huge change in our values, in our culture, etc. after Mahatma Gandhi went. So dear youth, please come up with new ideas in your ignited minds and show to the world what you are, how you should be in the path of Gandhism. Thank you. Hello everyone. As we all know, on the 2nd of October, we commemorate the birth anniversary of one of the most revered leader, politician and personality ever known in history, Mohandas Karamchand Gandhi, also known as our dear Gandhiji. Like we all know, he was a man of admirable wisdom, principles and several other notable qualities. If we think deeply, we will realize that as we move on to face several obstacles and challenges in each one of our lives, the words of wisdom and principles followed by Gandhiji would help us to look into several areas in life, several aspects in life with a more meaningful and deeper perspective. Now, let's get deeper into two of the most significant principles believed and followed by Gandhiji: truth and non-violence. To him, truth was God, and realizing that truth is God is one of the most ultimate purposes of life. And thus, he elucidated the thought that truth can only be realized by non-violence, and stated that truth is the end and non-violence the means. Gandhiji gave his own definition and explanation of non-violence which transcended the conventional understanding of this concept. For Gandhi, non-violence was not a negative concept, but a positive one which included love, which is selfless service for one's being, which included the entire creation. The purpose of such a belief by Gandhiji is that one must follow and practice non-violence in thought, their word and deed, so that they will follow such ethical ideologies and bring a revolutionary change in every human life. To add on, we must not just limit ourselves to explore the principles followed by Gandhi, but also his personality, which possessed immensely impeccable qualities. His prudency towards future generation, future India, and freedom for our nation made him to become a scrupulous politician. Furthermore, his pragmatic and sagacious thinking helped him to attain our nation's freedom as well as our citizens' rights while he was facing iniquitous issues during his struggles. As I end my speech, I would urge all of you to think about this venerated man's ethic and morals as well as principles which we can adopt and follow in our lives too. This would not only help us to become a better citizen of India, but also a better global citizen as well as, more than that, a better human. In fact, these are some of the smallest things we as Indian citizens can do as we mark this day to commemorate the birth anniversary of one of the most respectable and decorous human ever, Mahatma Gandhi. Thank you. Live as if you were to die tomorrow. Learn as if you were to live forever. Keep your thoughts positive because your thoughts become your words. Keep your words positive because your words become your behavior. Keep your behavior positive because your behavior become your habit. Keep your habit positive because your habit become your values. Keep your values positive because your values become your destiny. Quoted by Mahatma Gandhi. Respected principal, beloved teachers and my dear friends, a very warm welcome to one and all. I, Arshana Abdulaziz, is standing in front of you to speak about the great legend Mahatma Gandhi. Mohandas Karamchand Gandhi, also known as Father of our Nation, was born on October 2nd, 1869 in a small town named Porbandar in Gujarat. Because of his struggles for India's independence, Netaji Subhash Chandra Bose called him by the name Father of the Nation.
October 2nd is celebrated as Gandhi Jayanti all over India. Gandhi Jayanti is celebrated to remember Gandhi's principles of peace and non-violence and to educate and inspire the present generation about the contribution made by Mahatma Gandhi to make India an independent nation. He has gone through a long struggle so that the people of India can breathe in an independent nation. He was a devotee of peace and non-violence, that is Satya and Ahimsa. In his honor, the UN General Assembly has announced October 2nd as the International Day of Non-Violence on 15th June 2007. It is because of him and other national freedom fighters that India got freedom from 200 years of slavery from the Britishers. A small speech is not enough to speak about Mahatma Gandhi's values and deeds. But we, as the future of the country, can honor him by living our life with his principles of truth, peace, and non-violence, and make our country an incredible nation. By this, I conclude my words. Thank you. Jai Hind. ഗീതമായ നമസ്കാരം. ഞാനിന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധി ഈ 2 വാക്കുകൾ കൊണ്ട് ലോകത്തിന്റെ ചിന്താഗതിയെ തിരുത്തിക്കുറിച്ച മഹാത്മാവ്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് അദ്ദേഹത്തെ പോലെ മഹത് വ്യക്തിക്കല്ലാതെ മറ്റാർക്ക് പറയാൻ സാധിക്കും? ഇങ്ങനെയൊരു മനുഷ്യൻ മജ്ജയും മാംസവുമായി ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറയോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എന്തുകൊണ്ടാവാം? ഗാന്ധിജിയുടെ ലാളിത്യമാണ്, അദ്ദേഹത്തിന്റെ അഹിംസാ രീതികളാണ്, അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകളാണ്. അതെ, ഇവയെല്ലാം തന്നെയാണ് ഗാന്ധിജി. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പോരാടുവാനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുവാനും അഹിംസയുടെ മാർഗങ്ങൾ സ്വീകരിക്കുവാനുമാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ, ഇന്നത്തെ സമൂഹത്തിൽ സുഖങ്ങളിൽ കഴിയുന്ന മനുഷ്യർക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം ലഭിക്കാത്തത് എന്തുകൊണ്ടാവാം? നാം ഇന്ന് ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടു തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടുവാനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടും അഹിംസയുടെ മാർഗങ്ങൾ സ്വീകരിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും നാം ഓരോരുത്തരും ഗാന്ധി മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Everyone, today we are going to present the life story of Mahatma Gandhi, the great freedom fighter. Mohandas Karamchand Gandhi was born on October 2nd, 1869 in Porbandar, India. He became one of the most respected spiritual and political leaders of the 90s. Gandhi helped free the Indian peoples from British rule through non-violent resistance, and he is honored by the Indians as the father of nation. The Indian people called Gandhi Mahatma, meaning the great soul. He developed a method of action based upon the principles of courage, non-violence, and truth called Satyagraha. He believed that the way people behave is more important than what they achieve. Satyagraha promoted non-violence and civil disobedience as the most appropriate methods for obtaining political and social goals. Using the principles of Satyagraha, he led the campaign for Indian independence from Britain. Gandhi was arrested many times by the British for his activities in South Africa and India. He believed it was honorable to go to jail for a just cause. India was granted independence in 1947. Gandhi had been
an advocate for a united India where Hindus and Muslims lived together in peace. There are 5 great contributions which Mahatma Gandhi gave to the world. 1. A new spirit and technique Satyagraha. 2. The emphasis that the moral universe is one and that the morals of individuals, groups and nations must be same. 3. His insistence that the means and ends must be consistent. 4. The fact that he held no ideals he did not embody or was not in the process of embodying. 5. A willingness to suffer and die for his principles. The greatest of these is his Satyagraha. Gandhi's statements, letters, and life have attracted much political and sociology analysis of his principles, practices, and beliefs, including what influenced him. Some writers present him as a paragon of ethical living and pacifism, while others present him as a more complex, contradictory, and evolving character, influenced by his culture and circumstances. Gandhi was died on 13th January 1948 in New Delhi. The future depends on what you do today. By Mahatma Gandhi. Be the change that you wish to see in the world. He lives in the hearts of millions of and he will live for immortal ages. Thanks for watching. All of these widely abstract concepts like wealth, pleasure, science, knowledge, and worship don't inherently come with rules, only a warning not to abuse them. Some, like wealth and politics, we absolutely know how to abuse. We have seen it happen and swear we won't make those mistakes without knowing the implications of our small actions. But Gandhiji brings us to the baseline, reminding us that nothing is without its proper balance. Wealth should be earned through work, pleasure is enjoyed responsibly, science must regard the feelings and fate of individuals, and politics must be conducted with principle. Understanding just how closely linked these central human tenets are with their counterparts is key to preventing the abuse of all of them.